ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് എങ്ങനെ ബ്ലഡ് സ്ട്രീക്ക് അതുപോലത്തെ പബ്ജി ലൈഫ് ഔട്ടർ ഇതുപോലത്തെ ഗെയിംസൊക്കെ എങ്ങനെ കയറ്റാമെന്നാണ്. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ എടുത്ത് നോക്കിയപ്പോൾ നമ്മളിങ്ങനെ കറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. നമ്മൾ പിന്നെ നേരത്തെ ഒരു ആപ്ലിക്കേഷൻസൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ബ്ലഡ് സ്ട്രൈക്ക് അടിച്ച് നോക്കിയാൽ ബ്ലഡ് സ്ട്രൈക്ക് ഇല്ല. പക്ഷെ നമ്മൾ നേരെ പോയി പവർ VPN എടുക്കണം. നിങ്ങൾക്ക് ഏത് VPN വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ പവർ VPN എടുക്കുന്ന പവർ ഉള്ളതുകൊണ്ടാണ്. അത്രയും പവറുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് നേരം സ്കിപ്പാടൊക്കെ നിൽക്കണം. പിന്നെ നമുക്ക് ഫ്രീ സെർവർ രണ്ടാമത്തേൽ നിങ്ങൾക്ക് ഇന്തോനേഷ്യ പോലത്തെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ എടുക്കുക. ഇന്തോനേഷ്യ സിംഗപ്പൂർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ രണ്ടെണ്ണത്തിലും നല്ലപോലെ എന്തായിരുന്നു നല്ലപോലെ ഗെയിംസൊക്കെ കിട്ടും. നല്ല ഗെയിംസൊക്കെ കിട്ടും. ഇതൊക്കെ ഞാൻ ഇന്തോനേഷ്യൻ സെർവറിൽ നിന്ന് എടുത്ത ഗെയിമാണ്. ഏത് സെർവറിലും കിട്ടും. പിന്നെ ഞാൻ ഇന്തോനേഷ്യൻ സെർവർ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് VPN കാണിക്കത്തില്ല എന്ന് കാണും. പക്ഷേ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് VPN ഉണ്ടെന്നാണ് അർത്ഥം. VPN കണക്റ്റഡ് ആണെന്ന് അർത്ഥം. പിന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഇൻഫോ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റിൽ സ്റ്റോറേജ് നോക്കി ക്ലിയർ ക്യാഷ് ക്ലിക്ക് ചെയ്യണം. ക്ലിയർ ഡേറ്റ ക്ലിക്ക് ചെയ്യൽ ക്ലിയർ ക്യാഷ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എഡിറ്റൊക്കെ ചെയ്ത് അപ്പം നമ്മളിപ്പോൾ ചെയ്യാം ഗൈസ്. അപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ബ്ലഡ് സ്ട്രൈക്ക് അടിച്ച് നോക്കിയാൽ ബ്ലഡ് സ്ട്രൈക്ക് കിട്ടും ഗൈസ്, ഉറപ്പാണ്. ഇപ്പോൾ ബ്ലഡ് സ്ട്രൈക്ക് കിട്ടി. ബ്ലഡ് സ്ട്രൈക്കാണ് ഗൈസ് ഇത്. പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടി, ഗരീന മൊബൈൽ, പിന്നെ സൈബർ ഹണ്ടർ പോലത്തെ നെറ്റീസ് ഗെയിംസ് എല്ലാം കിട്ടും ഇതിനകത്ത്. ലൈഫ് ആഫ്റ്റർ ഇപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇതൊരു വീഡിയോ ആക്കിയിട്ട് എല്ലാവരെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പബ്ജി ലൈറ്റ്, ഫ്രീ ഫയർ, സാധാ ഫ്രീ ഫയർ, അങ്ങനെ കുറേ ഗെയിമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം കയറ്റാം. പിന്നെ ഗെൻഷിൻ ഇമ്പാക്റ്റൊക്കെ കുറച്ച് കൂടിയതല്ലേ കിട്ടത്തുള്ളൂ. പിന്നെ ഗെൻഷിൻ ഇമ്പാക്റ്റിൻ്റെ ക്ലൗഡ് വേർഷനൊക്കെ കിട്ടും ഇതിനകത്ത്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ബാനാക്കിയിട്ടുള്ള ഇന്ത്യയിൽ ബാനാക്കിയിട്ടുള്ളതല്ല, ഹൈ-എൻഡ് ഡിവൈസിന് കളിക്കേണ്ട കുറച്ച് ഗെയിംസൊക്കെ തരും. അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യയിൽ ബാനാക്കിയിട്ടുള്ള, അതായത് ഇങ്ങനെ ബാനാക്കിയിട്ടുള്ളതല്ല, അങ്ങനെയൊന്നുമില്ല. എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലിക്ക് പോയ ഗെയിംസിനൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ എടുത്തായിരുന്നു. അപ്പം നമുക്ക് ഗെൻഷിൻ ഇമ്പാക്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇല്ല. കാരണം ഗെൻഷിൻ ഇമ്പാക്റ്റിന് പറ്റിയ ഫോണല്ല ഇത്. ഗെൻഷിൻ ഇമ്പാക്റ്റിന് പറ്റിയ ഫോണ് ഒരു 4GB റാമിന് മുതൽ തുടങ്ങും. 4GB റാമിലൊക്കെ ഗെൻഷിൻ ഇമ്പാക്റ്റ് പറ്റും. ഇത് 3GB റാമാണ്. 3GB റാമിൻ്റെ ഫോണിൽ വരെ എനിക്ക് ഗെയിംസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഗെൻഷിൻ ഇമ്പാക്റ്റൊക്കെ വരുന്നുണ്ട്. ഇപ്പം എനിക്കെങ്ങാനും കിട്ടിയാൽ ഗെൻഷിൻ ഇമ്പാക്റ്റ് ഇപ്പോൾ കയറ്റാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഡിവൈസ് ആ വെർഷനായിട്ട് കംഫർട്ടബിൾ അല്ല. പിന്നെ നമുക്ക് ഗെൻഷിൻ ഇമ്പാക്റ്റിൻ്റെ ക്ലൗഡ് കയറ്റാൻ പറ്റും. ഇപ്പം ക്ലൗഡ് കയറ്റിയിട്ട് എനിക്കെന്താണ് ഉപയോഗം? ക്ലൗഡ് കയറ്റിയിട്ട് ഉപയോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, എനിക്കറിയത്തില്ല. ക്ലൗഡിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു തരണേ. പിന്നെ നമുക്ക് കുറേ ഗെയിംസ് ഉണ്ട്. ഇന്ത്യയിൽ ബാനാക്കിയിട്ടുള്ള കുറേ ഗെയിംസൊക്കെ ഇതിനകത്തുണ്ട്. നറൂട്ടോ എക്സ് ബൊറൂട്ടോ ഒക്കെ ഉണ്ട്. പിന്നെ വൺ പീസിൻ്റെ ഗെയിമൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്. പിന്നെ മാർവൽ ഫ്യൂച്ചർ റെവല്യൂഷൻ തന്നെയാണ് മാർവൽ ഫ്യൂച്ചർ ഫൈറ്റ്. പിന്നെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് മറ്റേ നമ്മുടെ ഹാപ്പി മോഡ് കയറ്റാൻ വേണ്ടി എടുത്തതാണ്. പക്ഷെ ഗൂഗിളിന് എന്തോ ഗ്ലിച്ച് അടിച്ചു പോയി ഗൈസ്, അതുകൊണ്ട് അത് പറ്റിയില്ല. അപ്പോൾ ഗൂഗിളിന് ഗ്ലിച്ച് അടിച്ച് പോയതുകൊണ്ട് അത് പറ്റിയില്ല. അപ്പോൾ ഗൈസ് ഇപ്പോൾ
അപ്പോൾ ഇന്ന് രാത്രി ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. 16 മിനിറ്റ് വെർട്ടിഫിക്കേഷൻ കോഡ് കിട്ടാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ് ഗൈസ്. ഒന്ന് വെർട്ടിഫിക്കേഷൻ കോഡ് കിട്ടാൻ വിവോയിൽ കിട്ടാൻ പറ്റുന്ന, അല്ലെങ്കിൽ വെർട്ടിഫിക്കേഷൻ കോഡ് ഞാൻ കണ്ടുപിടിച്ചെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇങ്ങനെയൊക്കെയാണ് ഞാനും വെർട്ടിഫിക്കേഷൻ കോഡ് കണ്ടുപിടിക്കാൻ പോയത്. പിന്നെ ലാസ്റ്റ് പണി കിട്ടി ഇങ്ങനെയൊക്കെയായി. അങ്ങനെ ഫുള്ള് ഗൂഗിളിനും ക്രോമിനും ഗ്ലിച്ച് അടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. ഞാൻ മറ്റേ ഹാപ്പി മോഡ് കയറ്റിയിട്ടുണ്ട്, പക്ഷെ അത് എടുക്കാൻ നേരത്താണ് ഇമാതിരി പ്രശ്നമൊക്കെ. പിന്നെ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഹാക്ക്ഡ് വേർഷൻ എങ്ങനെ കയറ്റണം എന്നുള്ള വീഡിയോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയും മതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ അതിൻ്റെ പേരാണ് ഗൈസ്. എൻ്റെ തൊണ്ണം എടുത്തിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് നമുക്ക് വീഡിയോ മൈൻഡപ്പ് ചെയ്യാം.